അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഓർമ്മയുണ്ടല്ലോ, അതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ പറയുന്നത്. ആ ചാപ്റ്ററിൻ്റെ 3 തിയറി ഉപയോഗിച്ചിട്ട് 3 സിദ്ധാന്തങ്ങൾ. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ തുല്യമായാൽ 2 ത്രികോണങ്ങൾ, അതിൽ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമായ ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. 3 sides of a triangle are equal to 3 sides of another triangle, then these 2 triangles are congruent or equal triangles. അത് നമ്മൾ പഠിച്ചു. അതേപോലെ രണ്ടാമത്തെ പഠിച്ചു, 2 sides and included angle of a triangle are equal to 2 sides and included angle of another triangle, then these 2 triangles are equal. രണ്ടാമത്തെ. മൂന്നാമത്തെ, 1 side and angles at its ends are equal to 1 side of another triangle and angles at its ends are equal, then these 2 triangles are equal. അങ്ങനെ 3 തിയറം പഠിച്ചു. ഐസോസെലസ് ട്രയാങ്കിൾ പഠിച്ചു. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിളിൽ നിന്ന് ആ ഈക്വലായ സൈഡുകൾ ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അത് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു. അത് പെർപെൻഡിക്കുലർ ആയിരിക്കുമെന്നും ആ ഓപ്പോസിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കുമെന്നും നമ്മൾ പഠിച്ചു. പിന്നെ ആംഗിൾ ബൈസെക്ടർ അതും പഠിച്ചു. ആംഗിൾ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം അതും നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ ആംഗിൾ ബൈസെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിൾ വരച്ചു അല്ലേ. സൈഡ്സ് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഇപ്പോൾ 15 ഡിഗ്രി ആണെങ്കിൽ, ഹൗ വി ക്യാൻ ഡ്രോ ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റായ പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ 15 ഡിഗ്രി ആംഗിൾ വരയ്ക്കാം. അതുപോലെ 135 ഡിഗ്രി ആംഗിൾ എങ്ങനെ വരയ്ക്കാം. 135 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് അറിയാവുന്നത് 135 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ വരയ്ക്കണം. അപ്പോൾ 135 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കൃത്യമായിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യം തന്നെ 135 ഡിഗ്രി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ 90 + 45 ഉണ്ടോ. ഇങ്ങനെ നമുക്ക് ആദ്യമേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. 90 എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ലംബ സമഭാജിയാണ്. ഒരു വര വരച്ചിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അത് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഒരു പോയിന്റ് കോമ്പസ് വെച്ചു, പകുതിയിൽ കൂടുതലെടുത്തു, മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് വരച്ചു, ചാപം വെട്ടി. ഈ എൻഡിൽ വെച്ചു, അതേ അളവിൽ വീണ്ടും താഴേക്ക് മുകളിലേക്ക് ചാപം വെട്ടി. എന്നിട്ട് അത് രണ്ടും കൂടെ ഇങ്ങനെ വെട്ടി. ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ വെട്ടി. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ഇപ്പൊ നമുക്ക് 90 ഡിഗ്രി ആംഗിൾ കിട്ടി. ഉണ്ടാ, 90 ഡിഗ്രി കിട്ടി. ഇനി നോക്കിയാൽ 90 + 45 ഡിഗ്രി വരയ്ക്കാൻ ആംഗിൾ ബൈസെക്ടർ, കോണിന്റെ സമഭാജി പഠിച്ചിട്ടുണ്ട്. എങ്ങനെ വരയ്ക്കുക? ഇതാ പ്രൊട്രാക്ടറോട് വയ്ക്കുക. ഈ എൻഡില് പ്രൊട്രാക്ടർ അല്ല, കോമ്പസ് ഇവിടെ വയ്ക്കുക. ഇത് നേരെ ചാപം ആർക്ക് വരച്ചു. എന്നിട്ട് ആ 2 എൻഡിലും ഇവിടെ വെച്ചിട്ട് കോമ്പസ് കുറച്ച് കൂട്ടി, ഇവിടേക്ക് ഒരു ആർക്ക്, ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക്, ഈ പോയിന്റ് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. വരച്ചു. അപ്പൊ ഇത് 45 ഡിഗ്രി. 90യുടെ ഹാഫ് 45 അല്ലേ? 45 ഡിഗ്രി. ഇതും 45 ഡിഗ്രി. ഇത് 90. അപ്പൊ നോക്കിയേ, ഈ 90യും ഈ 45 കൂടെ ആഡ് ചെയ്താൽ ഇതാ ഈ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന BOA എന്ന് പറയുന്ന ഈ ആംഗിൾ മൊത്തം ഇത് വലുത് ഇതാ ഇത്രയും വരെ. ഇത് ആഡ് ചെയ്താൽ 135 ഉണ്ടോ? 135 ഡിഗ്രി വരയ്ക്കാൻ പറ്റും. അപ്പോൾ 135ന്റെ ഹാഫ് എത്രയാ? 135 / 2 = 67.5 ഡിഗ്രി. കണ്ടാ, 135 വരച്ചാൽ നമുക്ക് ആരെയും വരയ്ക്കാം, 67.5 ഡിഗ്രി വരയ്ക്കാം. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിന്റെ ഹാഫ് വരച്ചാൽ മതി. അതിനെന്താ ചെയ്യുക? കോമ്പസ് ഈ പോയിന്റിൽ വെക്കുക. ഇവിടെ നിന്ന് ഒരു ആർക്ക് ഇങ്ങോട്ട് ഇവിടെ ഇട്ടുക. എന്നിട്ട് ഈ പോയിന്റിൽ വെക്കുക. അവിടെ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഇവിടെ അല്ല, ഇപ്പുറത്തല്ല, അത് അവിടെ. 135 എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. അപ്പോൾ ഈ വരയിൽ ഇവിടെ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കട്ട് ചെയ്യുക. ഒന്ന് ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ കട്ട് ചെയ്യുക. രണ്ടാമത്തത് ഈ പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് ഇവിടെ കട്ട് ചെയ്യുക. ഇത് രണ്ടും കൂടെ ഈ പോയിന്റ് വെർട്ടെക്സ് എവിടെയല്ലേ വരുന്നത്? ആ വെർട്ടെക്സിലേക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിളും 67.5 ഡിഗ്രി ആയിരിക്കും. 67.5 ഡിഗ്രി. ഇങ്ങനെയാണ് 67.5 ഡിഗ്രി വരയ്ക്കുന്നത്.
67.5 ഡിഗ്രി കോമ്പസും സ്കെയിലും മാത്രം ഉപയോഗിച്ചിട്ട്. എന്തില്ല? പ്രൊട്രാക്ടർ ഇല്ല, സെറ്റ് സ്ക്വയർ ഒന്നും ഇല്ല, വെറും കോമ്പസും സ്കെയിലും മാത്രം ഉപയോഗിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഡ്രോ ആൻ ആംഗിൾ ഓഫ് 135 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ആംഗിൾ ബൈസെക്ടർ. 135 ഡിഗ്രി കോൺ വരച്ച് അതിന്റെ സമഭാജി വരയ്ക്കുക. വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ, പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ. കോൺ മാപിനി എന്ന് പറയാം. കോൺ മാപിനി ഉപയോഗിക്കാതെ 135 ഡിഗ്രി കോൺ വരച്ച് അതിന്റെ സമഭാജി വരയ്ക്കുക. അപ്പൊ സമഭാജി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 67.5 ഡിഗ്രി കോൺ കിട്ടും. അപ്പൊ 67 ഡിഗ്രി കോൺ എങ്ങനെ വരയ്ക്കാം അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 67 ഡിഗ്രി കോൺ എങ്ങനെ വരയ്ക്കാം, അത് എങ്ങനെ വരയ്ക്കുന്നത് വരച്ചു വയ്ക്കുക. എന്നിട്ട് ആ കോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ത്രികോണം ഉണ്ടാക്കാം. 67 ഡിഗ്രിയും അതുപോലെ തന്നെ 15 ഡിഗ്രിയുമുള്ള. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചോദ്യ. ഒരു കോൺ 67 ഡിഗ്രി, രണ്ടാമത്തെ കോൺ 15 ഡിഗ്രി. 15 ഡിഗ്രി, ഒരു വശം 6 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരയ്ക്കുക. അപ്പൊ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ 135 അത് വരയ്ക്കണ്ട, പകരം എന്ത് വരച്ചാൽ ഇത് വരച്ചാൽ മതി. ഞാൻ ഈ ചോദ്യം പറയാം, ഇത് വരച്ചാൽ മതി. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് വൺ സൈഡ് 6 സെന്റിമീറ്റർ. എഴുതാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ്, ഈ മാർഗമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഞാൻ വരച്ച മാർഗം ഉപയോഗിച്ചുകൊണ്ട് വേണം വരയ്ക്കാൻ. Draw a triangle. Draw a triangle of one side 6 centimeter and angles at its ends are 15 degree and 67.5 degree without using protractor. Without using protractor. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് വരച്ചു വെക്കണം. 67.5 എങ്ങനെ വരയ്ക്കാം നിങ്ങൾക്കറിയാം. എങ്ങനെ? ഇപ്പൊ ഞാൻ വരച്ചല്ലോ, 90യും 45 ആഡ് ചെയ്താൽ 135 ആണ്. ആ 135 ഡിഗ്രിയുടെ ഹാഫ് ബൈസെക്ടർ വരച്ചാൽ മതി. 67.5 ആയി. അപ്പോ വരയ്ക്കുന്നത് എങ്ങനെ? ജസ്റ്റ് ഞാൻ പറയാതെ ഒരു ലൈൻ 6 സെന്റിമീറ്റർ വരയ്ക്കുക. ഈ എൻഡില് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇതിങ്ങോട്ട് ലേശം നീട്ടി വരയ്ക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ വരച്ചു. ഇത് 90 ആണ്. ഇവിടെ നമ്മൾ അതിന്റെ ഹാഫ് വരച്ചു. ഇതിന്റെ ഹാഫ് വരച്ചു. അപ്പോൾ ഈ 45ഉം ഈ 90യും കൂടെ 135 ആയി. രണ്ടും കൂടെ എത്രയായി? ഇത് 90യും കൂടെ ആകെ 135 ആയി. അതിന്റെ ഹാഫ് വരച്ചാൽ ഇത് 65 ആയി. 67.5 ആയി. 67.5 ആയി. എന്താ നേരത്തെ നമ്മൾ വരച്ചില്ലേ? അത് തന്നെ. ഇനി ഈ എൻഡില് 15 ഡിഗ്രി. അത് നമുക്കറിയാം. 60 വരച്ചിട്ട് 60യുടെ നേരത്തെ കഴിഞ്ഞ ക്ലാസ് ചെയ്തല്ലോ, 60 വരയ്ക്കുക. 60യുടെ ഹാഫ് 30 വരയ്ക്കുക. 30യുടെ ഹാഫ് 15. അങ്ങനെ വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ ട്രയാങ്കിൾ കിട്ടും. വരച്ചു നോക്കണേ. അപ്പൊ അത് വരച്ചു നോക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ചോദ്യത്തില് നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അത് ചോദിക്കുകയാണ് ആംഗിൾ CAB. ഫൈൻഡ് ആംഗിൾ CAB. ആംഗിൾ CAB എത്രയാണ്? അപ്പൊ ആംഗിൾ CAB എങ്ങനെയാണ് പിടിക്കുക? ഈസിയാണ്. നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം. രണ്ട് വശങ്ങൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമായാൽ if two sides of a triangle are equal, then sides opposite to this equal sides are also equal. ഇവിടെ നമുക്ക് ഏതൊക്കെ സൈഡാ ഈക്വൽ? ഇതൊരു വൃത്തമല്ലേ, സർക്കിൾ അല്ലേ? സർക്കിളിന്റെ ആരം റേഡിയസ് തുല്യമാണ് അല്ലേ? റേഡിയസ് OAOC ഇത് രണ്ടും ഈക്വലാ. OA ഈക്വൽ ടു OC ആ. അപ്പൊ OA ഈക്വൽ ടു OC ഇത് രണ്ടും ഈക്വലാ. അപ്പോഴാ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളും ഈക്വലാണ്.
പിന്നെയോ AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് അതൊരു ലൈനാണ്. AB ഒരു ലൈൻ ആയതുകൊണ്ട് ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ലീനിയർ പെയർ രേഖീയ ജോഡിക്കോണുകൾ ഇത് 50 അല്ലേ? അപ്പൊ നേരെ ഇപ്പുറത്ത് ഇത് എത്രയാ? 130. 130 ഇത് 130 ആണെങ്കിൽ ആകെ ഒരു ത്രികോണത്തിലെ 3 കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ? 180 180. അപ്പൊ നോക്കിയേ, 180 നിന്ന് 130 കുറച്ചു, ബാക്കി എത്ര ഉണ്ടാവും? 50 ഡിഗ്രി. ഈ രണ്ട് കോണും കൂടെ 50, 5 അപ്പൊ 50ന്റെ പകുതി, രണ്ടും തുല്യല്ലേ? 50ന്റെ പകുതി 50/2 എത്രയാ? 25 ഡിഗ്രി. ഈ കോൺ 25, ഈ കോൺ 25. അപ്പൊ കോൺ CAB എത്ര എന്ന് ചോദിച്ചാൽ എത്രയാ? 25 ഡിഗ്രി. കോൺ CAB സമം 25 ഡിഗ്രി. ഓക്കെ, ഈ 50ന്റെ നേർ പകുതിയല്ലേ 25? കണ്ടാ, ഈ കോൺ 50 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് 25. കൃത്യം പകുതിയെ വരുള്ളൂ. ഏത് ചിത്രത്തിൽ വരച്ചാലും നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ബാക്കിലുള്ള ഈ കോൺ, ഈ വൃത്തത്തിന്റെ ഈ ചാപത്തിന്റെ ഈ CB എന്ന് പറയുന്ന ഈ ചാപത്തിന്റെ ബാക്കിയുള്ള ഈ ചാപത്തിൽ വരുന്ന CAB, അതിൽ വരുന്ന കോൺ എപ്പോഴും ഈ 50ന്റെ കേന്ദ്രത്തിലുള്ള കോണിന്റെ പകുതിയായിരിക്കും. അത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അത്രയുമാണ് ഈ ചാപ്റ്റർ. അത് ഉപയോഗിച്ചുള്ള കണക്കുകൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള എക്സാം കാര്യങ്ങൾ എഴുതുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ 3 തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ 3 തിയറം ഞാൻ ഒന്നുകൂടെ പറയാം. അല്ലേ, 3 സിദ്ധാന്തങ്ങൾ. 3 sides of a triangle are equal to 3 sides of another triangle, then these 2 triangles are equal. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആയി, തുല്യ ത്രികോണമായി. തുല്യ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങളാണ് തുല്യം. അപ്പോൾ ബാക്കി കോണുകളില്ലേ, അതെന്തായിക്കോളും? തുല്യമായിക്കോളും. ഈ ത്രികോണത്തിലെ കറസ്പോണ്ടിങ് ആയിട്ടോ ഒരുപോലെ വരുന്ന കോണുകളെ തുല്യമാവുള്ളൂ. അല്ല, എല്ലാ കോണുകളും തുല്യമല്ല പറഞ്ഞത്. ഒരുപോലെ വരുന്ന കോണുകൾ എന്താവും? തുല്യമാകും. അതായത് 3 കോണുകളും 3 വശങ്ങളുമാണ് ഒരു ത്രികോണത്തിനുണ്ടാവുക. അതിൽ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ മതി. 3 കോണുകൾ തുല്യമായിക്കോളും. അതാണ് ആ സിദ്ധാന്തം പറയുന്നത്. രണ്ടാമത്തത്, 3 വശങ്ങൾ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ടൊരു ചോദ്യത്തിൽ 3 വശങ്ങളും തുല്യമാണെന്ന് പറയാൻ സാധിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വേറൊരു തിയറം ഉണ്ട്. എന്താ? 2 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്ക് തുല്യമാവുക. ആ 2 വശങ്ങളും കൂടെ ചേരുമുണ്ടാവുന്ന കോണും കൂടെ തുല്യമായാൽ അപ്പോഴും 3ാമത്തെ വശം തുല്യമാവും. തുല്യമായ 2 വശമില്ലേ, അതല്ലാത്ത 3ാമത്തെ വേറെ വശമില്ലേ, അതും തുല്യമാകും. പിന്നെയോ ബാക്കിയുള്ള 2 കോണുകളും തുല്യമാകും. 3ാമത്തൊരു കാര്യം കൂടി ഉണ്ട്. എന്താ? 2 വശം തുല്യമല്ല എങ്കിൽ പറയാൻ പറ്റുന്നില്ല എങ്കിൽ, ഒരു ചോദ്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു വശം, ഒരു ത്രികോണത്തിന്റെ ഒരു വശം മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ എൻഡിലുള്ള, അതിന്റെ അഗ്രങ്ങളിലുള്ള 2 കോണുകൾ 2ാം ത്രികോണത്തിലെ 2 കോണുകൾക്കും തുല്യമായാൽ അപ്പോഴും എന്താവും? ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണമായി എന്ന് വെച്ചാൽ ബാക്കിയുള്ള 3ാമത്തെ കോണും തുല്യമാകും. ബാക്കിയുള്ള 2 വശങ്ങളും ഈ ത്രികോണത്തിലെ 2 വശങ്ങൾക്ക് തുല്യമാകും. അതാണ് ഈ ചാപ്റ്ററിൽ മുഴുവൻ പഠിക്കുന്നത്. അത് ഉപയോഗിച്ചുള്ള കണക്കുകളാണ്. എങ്ങനെയൊക്കെ നമുക്ക് തുല്യം പറയാം, ഈക്വലാണ് എന്ന് പറയാം എന്നതാണ് ഈ ചാപ്റ്റർ മുഴുവൻ. അതിലാണ് പാരലോഗ്രാം. ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയണം. എന്താ പാരലോഗ്രാം? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. കണ്ടോ, ഈ ചാപ്റ്ററിൽ പറയുന്ന മറ്റൊരു കാര്യം, ഒരു പാരലലോഗ്രാം എന്താണ്? ക്വാഡ്രിലാറ്ററൽ, 4 സൈഡുള്ള വശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? 4 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ്, പോളിഗണിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാഡ്രിലാറ്ററൽ, 4 സൈഡാണ്. അതിലൊരു പ്രത്യേകത കൂടി വരും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായാൽ, എതിർവശങ്ങൾ സമാന്തരങ്ങളായാൽ അതിനെ പാരലലോഗ്രാം, സാമാന്തരികം എന്ന് പറയും. കണ്ട, സാമാന്തരികം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയണം. എന്നാലേ അതിൻ്റെ പ്രത്യേകത നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചോദ്യത്തിൽ ഇതൊരു പാരലലോഗ്രാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രത്യേകത മുഴുവൻ ഉപയോഗിക്കാം.
അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? പാരലലോഗ്രത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, സമാന്തരമാണ്, എതിർവശങ്ങൾ സമാന്തരങ്ങളാണ്. രണ്ടാമത്തെ പ്രത്യേകത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, തുല്യമാണ്. മൂന്നാമത്തെ പ്രത്യേകത അതിൻ്റെ എതിർ കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്, അതും തുല്യമാണ്, ഈക്വലാണ്. എതിരെ വരുന്ന കോണുകൾ തുല്യമാണ്. ഇനിയും പ്രത്യേകതയുണ്ട്, അതിൻ്റെ വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. ഡയഗണൽസ് ഓഫ് ദിസ് പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. വികരണങ്ങളില്ലേ, അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് ആ അറ്റത്തേക്കും ഈ അറ്റത്തേക്കുള്ള ദൂരം തുല്യമായിരിക്കും. രണ്ട് വികരണത്തിൻ്റെയും സെന്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യം. അതാണ് വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാരലലോഗ്രാം ആണ് എന്നൊരു ചോദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അത് കിട്ടണം. അത് കിട്ടുമ്പോഴാണ് നമുക്ക് ആൻസർ, വേറെ അതിലെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. നമുക്ക് കാര്യങ്ങൾ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ പുതിയത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ റോംബസ്, എന്താ പാരലോഗ്രാം പറയുന്ന പോലെ തന്നെ റോംബസ്. എന്താ ഈ റോംബസ്? റോംബസ് എന്ന് പറയുന്നതും ഇതേപോലെ 4 സൈഡുള്ള ഒരു പോളിഗണാ, ഒരു ക്ലോസ്ഡ് ഫിഗറാ, ഒരു സംവൃത രൂപമാ. 4 സൈഡാ ഉണ്ടാവുക. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? എല്ലാ വശങ്ങളും തുല്യമാ, 4 വശവും തുല്യം, 4 സൈഡും ഈക്വൽ. എന്താ ഡയമണ്ട് ആകൃതി ഇല്ലേ, ആ ഡയമണ്ട് ഷേപ്പാണ്. അതാണ് ഈ റോംബസ് എന്ന് പറയുന്നത്. എല്ലാ വശങ്ങളും തുല്യം. അപ്പോൾ പെട്ടെന്ന് ആലോചന പോകും, സമചതുരമാണോ? സമചതുരമല്ല, സമചതുരത്തിന്റെ കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി ആവില്ല. അതേ വ്യത്യാസമുള്ള സമചതുരവും ഇത് തമ്മിലുള്ള വ്യത്യാസമാണത്. കോണുകൾ 90 ഡിഗ്രി അല്ല, 90 ഡിഗ്രി അല്ല, എല്ലാ സൈഡും ഈക്വലാ. ഈ പറഞ്ഞ പോലെ സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ പാരലോഗ്രത്തിന്റെ സൈഡ്സ് പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡ് ഇതിലും ഈക്വലാണ്, ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വലാണ്. ഡയഗണൽസ് അവിടെ ഒരു ചെറിയ പ്രത്യേകതയും കൂടെ എക്സ്ട്രാ വന്നു. ഡയഗണൽസ് നേരത്തെ പാരലോഗ്രത്തിൽ പറഞ്ഞാൽ എന്താ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. ഇപ്പൊ പറയുന്നതോ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. എന്താ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ആ കഷ്ണം മുറിക്കുന്നില്ലേ, ഡയഗണൽ 2 വികരണങ്ങളെ മുറിക്കുന്നില്ലേ, ആ മുറിക്കുന്ന ബിന്ദുവിൽ ഉണ്ടാവുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് റോംബസ്. ഇതാണ് റോംബസ്, എല്ലാ സൈഡും ഈക്വല. ഇതിന്റെ ഡയഗണൽസ് നമ്മൾ വരച്ചതാ. ഡയഗണൽ ഒന്നിങ്ങനെ വരച്ചു, ഒന്ന് നേരെ ഓപ്പോസിറ്റ് വരച്ചു. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ കോൺ കണ്ട, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെയുള്ള ഈ കോണും 90, ഈ കോണും 90, ഈ കോണും 90, എല്ലാ കോണുകളും 90 ഡിഗ്രി. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി ആയിരിക്കും. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും തുല്യം. അതാണ് സമഭാജി, ബൈസെക്ടർ. അതേപോലെ ഈ വികരണത്തിന്റെ ഈ ഡയഗണൽ ഇതും ഇവിടെ നിന്ന് ഇങ്ങോട്ടും തുല്യമായിരിക്കും. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. വികരണങ്ങൾ ലംബമായി സമഭാഗം ചെയ്യും. റോംബസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടണം സമഭുജ സാമാന്തരികം. മലയാളത്തിൽ സമഭുജ സാമാന്തരികം. റോംബസിന് സമഭുജ സാമാന്തരികം. അപ്പൊ സമഭുജ സാമാന്തരികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം എന്ത്? എല്ലാ സൈഡും ഈക്വലായി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായി, ഓപ്പോസിറ്റ് ആംഗിളുകൾ, എതിർ കോണുകൾ തുല്യമായി, പിന്നെ വികരണങ്ങൾ പരസ്പരം ലംബമായിട്ട് സമഭാഗം ചെയ്തു. അപ്പൊ ലംബമായിട്ട് സമഭാഗം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ത്രികോണങ്ങൾ പഠിച്ച ഈ കാര്യം കൂടെ ഇതിൽ ഉപയോഗിക്കാം. അപ്പൊ കോണുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായതാ? ഇതും ഇതും. ഈ 2 ത്രികോണങ്ങളും എന്താവും? ഇപ്പോ തുല്യ ത്രികോണമാവും. കാരണം എന്താ? ഈ വശവും ഈ വശവും തുല്യ, ഈ വശവും ഈ വശവും തുല്യ, ഈ വശവും ഈ വശവും തുല്യ. എന്താ? ഈ ത്രികോണവും ഈ ത്രികോണം എന്താന്ന് പറയാം? തുല്യ ത്രികോണമാണ്. അതിലെ കോണുകളൊക്കെ തുല്യമായി, അതേ വശങ്ങളൊക്കെ തുല്യമായതുകൊണ്ട് കോണുകളൊക്കെ ഇനി തുല്യമാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കോണ് തന്നാൽ ബാക്കിയുള്ള കോണുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തറിയെങ്കിലേ പറ്റുള്ളൂ? ഇതിലെ വികരണങ്ങൾ പരസ്പരം ലംബമായിട്ട് സമഭാഗം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയുമെങ്കിൽ മാത്രമേ ആ കോണുകൾ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മറുകോണുകൾ സമാന്തരമാണ് എന്നറിയെങ്കിൽ മാത്രമേ കോൺ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. പാരലലാണ്. പാരലാകുമ്പോൾ നമുക്കറിയാം ആൾട്ടർനേറ്റ് ആംഗിൾ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണ്. ഉണ്ടോ? പാരലലാണ് എന്നുള്ള വേർഡ്, സമാന്തരമാണെന്നുള്ള വേർഡ്, ആ വേർഡിൽ നിന്ന് നമുക്കറിയേണ്ട കാര്യമാണ് എന്ത്? സമാന്തരമായാൽ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും,
കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിളിന്റെ മലയാളം എന്താ? മറുകോണുകൾ തുല്യം. കറസ്പോണ്ടിങ് ആംഗിൾ സമസ്ഥാനീയ കോണുകൾ തുല്യം. കോ ഇന്റീരിയർ ആംഗിൾസ് അത് സപ്ലിമെന്ററിയാ. സപ്ലിമെന്ററി പറഞ്ഞാൽ ആഡ് ചെയ്ത 180, അതിനാണ് സപ്ലിമെന്ററി പറയുന്നത്. കോ ഇന്റീരിയർ ആംഗിൾസ് പാർശ്വാന്തര കോണുകൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ അതിങ്ങനെ രണ്ട് സമാന്തര വരയാണെങ്കിൽ അതിനെ ഒരു ഛേദകം, ഒരു ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടായി ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന ഈ കോണുകളില്ലേ, ഇതിനെയാണ് നമ്മൾ പാർശ്വാന്തര കോൺ എന്ന് പറയുന്നത്. കോ ഇന്റീരിയർ ആംഗിൾസ് അത് രണ്ടും കൂടെ കൂട്ടി എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ രണ്ട് വര സമാന്തരമാണ് എന്ന് ചോദ്യത്തിൽ എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ ഓടണം. അപ്പോഴേ നമുക്ക് ബാക്കി ചിന്തിക്കാൻ പറ്റുള്ളൂ, ബാക്കി കോണുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ? സമാന്തരമാണ് അല്ലെങ്കിൽ പാരലൽ ആണ് എന്ന വേർഡ് കാണുമ്പോഴേ നമുക്ക് കിട്ടിയത് കോ ഇന്റീരിയർ ആംഗിൾ. മനസ്സിലായി ഇങ്ങനെ വന്നു. കോ ഇന്റീരിയർ ആംഗിൾ നോക്കണം, ഓൾട്ടർനേറ്റ് ആംഗിൾ നോക്കണം, കറസ്പോണ്ടിങ് ആംഗിൾ അത് രണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈക്വൽ ആണെന്ന് അറിയാം. പൊരുന്ന് കിട്ടിയ അടുത്തത് എഴുതാം ഈക്വൽ. ഉണ്ടോ? ആംഗിളുകൾ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പൊ ആ കിട്ടുന്നതിൽ നിന്ന് അടുത്ത് അങ്ങനെ കിട്ടും. അതിന് നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ വേണം. അതിനാണ് ഇതൊക്കെ പഠിച്ചു വെച്ചത്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ബേസിക് ആ. ശരിക്കും ഈ 3 തിയറം, ഈ 3 സിദ്ധാന്തങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 10ാം ക്ലാസ്സിൽ ആൻസർ ചെയ്യാനുണ്ട്. അപ്പൊ അതിലൊരു ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി സൈഡ്സ് ഈക്വൽ ആണ് തെളിയിക്കുന്നത്, പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക് ആണ്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ 9ലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓരോ കണക്ക് വരുമ്പോഴും ഇത് എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരും. ഇതെങ്ങനെയാ ചെയ്യുക? നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കയ്യിലുണ്ടാവുന്ന സാധനങ്ങൾ അതാണ് ഈ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. 8ാം ക്ലാസ് വെച്ചിട്ട് 9ാം ക്ലാസ്സിലേക്ക് പോയാൽ 9ാം ക്ലാസ്സിൽ ഒറ്റ കണക്കും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കി 8ാം ക്ലാസ്സിൽ നിങ്ങൾ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടൽ പട്ടിക 3ഉം 4ഉം കൂട്ടി എത്ര? 7. ഇത് അറിയില്ല എന്ന് കരുത്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പോയിട്ട് ഒരു കണക്കും ചെയ്യാൻ പറ്റില്ല. അതാ പറയുന്നത് 3ാം ക്ലാസ്സിലെ സഞ്ചി, കണക്കിന്റെ സഞ്ചി എടുത്തിട്ട് 4ാം ക്ലാസ്സിൽ പോകാൻ പാടുള്ളൂ. വേറെ വിഷയങ്ങൾക്കൊന്നും ആ പ്രശ്നമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം. മൈൻഡിൽ ഉണ്ടാവേണ്ട സാധനമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് 9ലും 10ലും കണക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ശരിക്കും പഠിച്ചു വെച്ചോളുക. ആ 3 സിദ്ധാന്തങ്ങൾ മറന്നു പോകാനേ പാടില്ല. ഇത് ഉപയോഗിച്ചുള്ള കണക്കുകൾ എങ്ങനെ ആ സിദ്ധാന്തം ഒരു കണക്കിൽ അപ്ലൈ ചെയ്യാം, ഉപയോഗിക്കാം, അതുകൂടി അറിഞ്ഞിരിക്കണം. അതിനാണ് കണക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കണക്ക് കിട്ടുമ്പോൾ ഇതിൽ ഈ തിയറമാണ് വേണ്ടത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഇതിങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചാൽ എന്ത് കിട്ടൂല? ഇതിൽ ഈ തിയറാണ് വേണ്ടത് കാണാപ്പാടം പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. വേറെ പുതിയൊരു കണക്ക് വരുമ്പോൾ ഇതിൽ ഏത് തിയറാണ് വേണ്ടത് അറിയില്ല, അത് കണ്ടുപിടിക്കാനും കഴിയില്ല. അപ്പം നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും ഇതിൽ എന്തുകൊണ്ട് ഈ തിയർ ഉപയോഗിച്ചു. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഏത് തിയറമാണ്, ഏത് സിദ്ധാന്തമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. അതിന് സിദ്ധാന്തങ്ങൾ 3 എപ്പോഴും മൈൻഡിലുണ്ടാവണം. നമുക്കൊരു ചോദ്യം കാണുമ്പോൾ 3 സിദ്ധാന്തവും നമ്മളിങ്ങനെ ഉപയോഗിച്ച് പോയിപ്പോണം. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരണം. ഇതാണോ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്താണോ പറഞ്ഞിരിക്കുന്നത്, 3ാമത്തെ കാര്യമാണോ നമുക്ക് തെളിയിക്കാൻ സാധിക്കുക. അങ്ങനെ 3 സിദ്ധാന്തങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാണാതെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ തിയർ അതിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ ഇത് വെച്ച് ഈ കാര്യത്തോടു കൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. 3ാമത്തെ ചാപ്റ്ററാണ്. 2ാമത്തെ ചാപ്റ്റർ ടീച്ചർ എടുക്കുന്നുണ്ട്. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ അടുത്തായിട്ട് തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തേർഡ് ചാപ്റ്റർ ഏതാ? പോളിഗൺ. പോളിഗൺസ് എന്താ ഈ പോളിഗൺസ്? പോളിഗൺസ് എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ഓർ മോർ സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ്. സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് ഉണ്ടാക്കുകയാണ്. 3 ഓർ മോർ സൈഡ്സ് ഉണ്ടാവും. 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള സമൃദ്ധ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക?
പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. ബഹുഭുജങ്ങൾ. ബഹുഭുജങ്ങൾ നമ്മുടെ ചാപ്റ്ററാണ്. ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺ. Closed figures with 3 or more sides. 3 or more sides is called a polygon. ബഹുഭുജം എന്നാണ് പറയുക. അപ്പോൾ നോക്കിയേ, ഒരു ട്രയാങ്കിൾ ഒരു ബഹുഭുജമാണ്. ട്രയാങ്കിൾ ഇതിന് 3 സൈഡാണുള്ളത്. ഇതിൽ നമുക്ക് ആംഗിളിന്റെ സം നോക്കി. ഒരു ട്രയാങ്കിളിലെ ആംഗിളിന്റെ സം എത്രയോ 180 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സം 180 ഡിഗ്രിയാണ്. അത് ഏത് ട്രയാങ്കിൾ ആയാലും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയാലും, ഐസോസെൽസ് ട്രയാങ്കിൾ ആയാലും, ഈക്വൽ ട്രയാങ്കിൾ ആയാലും, അങ്ങനെയുള്ള ഏത് വിധത്തിലുള്ള ട്രയാങ്കിളുകളായാലും ആംഗിളിന്റെ സം 180 ഡിഗ്രിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള പോളിഗണുകളിൽ, ബാക്കിയുള്ള ബഹുഭുജങ്ങളിൽ കോണുകളുടെ തുക എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. നോക്കിയേ, നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം, ഒരു ചതുർഭുജം വരച്ചാൽ നോക്കിയതാ ചതുർഭുജം പ്രത്യേക ആകൃതിയൊന്നും ഇല്ലതാ, ഇങ്ങനെ ഒരു ഫിഗർ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയഗണൽ വരച്ചിട്ട് 2 ത്രികോണങ്ങളായിട്ട് മുറിക്കാം. അതാ 1, 2 ട്രയാങ്കിളുകളായിട്ട് മുറിക്കാം. ഇങ്ങനെ 2 ട്രയാങ്കിളായിട്ട് മുറിച്ച് കഴിയുമ്പോൾ ഇതില് ഒന്നാമത്തെ ട്രയാങ്കിളിലെ ആംഗിളിന്റെ സം 180, രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആംഗിളിന്റെ സം അതും 180. 180യും 180യും കൂടെ ആഡ് ചെയ്താൽ എത്രയായി? ഈക്വൽ ടു 360. അതായത് ഒരു ക്വാഡ്രിലാറ്ററിന്റെ ആംഗിളിന്റെ സം 360 ഡിഗ്രിയാണ്. ഒരു ചതുർഭുജത്തിന്റെ കോണുകളുടെ തുക 360 ഡിഗ്രി. ഏതൊരു ചതുർഭുജമാണെങ്കിലും 4 വശങ്ങളുള്ള ഏതൊരു രൂപം നമ്മൾ വരച്ചാലും അതിനെ ചതുർഭുജം എന്നാ പറയുക. ചതുർഭുജത്തിനെയും ഒരു ക്വാഡ്രിലാറ്ററിനെയും നമുക്ക് 2 ത്രികോണങ്ങളായിട്ട് മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ഇങ്ങനെ വികരണം വരച്ചാൽ എന്താ, ഇങ്ങനെയുള്ള ചതുർഭുജത്തിനെ ഇങ്ങനെയും വരച്ച് 4 എണ്ണം ആക്കിക്കൂടെ ചോദിക്കും. 4 എണ്ണം ആക്കിയാൽ നോക്കി, നമ്മളൊരു ചതുർഭുജം എടുത്തു കഴിഞ്ഞാൽ നോക്കി, ഏതാ ചതുർഭുജിതാണ്. ഇതിന്റെ കോണുകൾ എന്ന് പറയുന്നത് 1 ഇത്, 1 ഇത്, 1 ഇത്, 1 ഇത്. ഇതാണ് 4 കോണുകൾ. ഈ 4 കോണുകൾ കൂട്ടിയാൽ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ ഒരു വികരണം വരച്ചു, ഒറ്റ വികരണം വരച്ചാൽ 1, 2, 3, 4, 5, 6. ഇതിലെ 6 കോണുകൾ അവിടെ ഉണ്ടാകും. 1, 2, 3, ഇവിടെ 4, 5, 6. ഇങ്ങനെ 6 കോണുകൾ ഉണ്ടാവുന്നു. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ഇതിനെ ഒരു വികരണവും കൂടെ വരച്ചു കഴിഞ്ഞാലോ, ഇപ്പൊ ഇവിടെ 4 ത്രികോണം ഉണ്ടായി. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഈ കോണല്ല. ഓക്കെ, ഇത് 1, 2, 3, 4, 5, 6, 7, 8. ഈ 8 കോണുകളല്ലാതെ അതിന്റെ കൂടെ നോക്കിയേ 1, 2, 3, 4 കോൺ എക്സ്ട്രാ വേറെ വരുന്നില്ലേ? 4 ത്രികോണം, 1, 2, 3, 4 ത്രികോണം നമ്മൾ പരിഗണിച്ചാൽ ഈ സെന്ററിൽ കണ്ട വേറെ എക്സ്ട്രാ 4 കോൺ വരുന്നത്, അതും കൂടെ കൂട്ടിപ്പോകില്ലേ? എന്താ 4 ത്രികോണം എടുത്താൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, 2 വികരണങ്ങൾ ക്രോസ് ചെയ്ത് ഒരിക്കലും വരയ്ക്കാൻ പാടില്ല. അങ്ങനെ വരച്ചിട്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എന്താ ചെയ്യാൻ പാടുള്ളൂ, ക്രോസ് ചെയ്യാത്ത വികരണങ്ങൾ വരച്ചിട്ട് വേണം ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട കോണുകൾ, ആംഗിളുകൾ ഏതാണോ ആ ആംഗിളുകൾ വരുന്ന ട്രയാങ്കിളുകൾ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ഒരു ചതുർഭുജത്തിനെ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററിനെ നമുക്ക് 2 ട്രയാങ്കിളുകളായിട്ട് മുറിക്കാം. ഒരു പെന്റഗൺ 5 സൈഡായി അതിനെ പറയുന്നതാണ് പെന്റഗൺ, പഞ്ചഭുജം. 5 സൈഡ് നോക്കിയേ, ഞാൻ വരയ്ക്കാം. 1, 2, 3, 4, 5. എന്താ 5 സൈഡ് വരച്ചു. ഇതിനെ എത്ര ത്രികോണമാക്കാൻ നോക്കിയേ, 1, 2. ഇനി വികരണം വരയ്ക്കാൻ പറ്റില്ല. ഇനി വികരണം വരച്ചതാണ്ട്, വികരണം വരച്ചതിന്റെ മുകളിലൂടെ ക്രോസ് ചെയ്ത് പോയില്ലേ, ക്രോസ് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. അപ്പൊ ഇതിൽ എത്ര ത്രികോണം ഉണ്ടാവുള്ളൂ, 1, 2, 3 എണ്ണം. 3 ത്രികോണത്തിന്റെയും കൂടെ കോണുകളുടെ തുക എത്ര വരിക, 180 × 3 എത്രയാ, 0, 24, 5, 540. ഒരു പെന്റഗൺ അല്ലെങ്കിൽ ഒരു പഞ്ചഭുജത്തിന്റെ കോണുകളുടെ തുക 540 ഡിഗ്രി. എന്താ, അപ്പൊ 6 സൈഡ് ഉണ്ടെങ്കിലും 6 സൈഡുള്ളതിനെ നമ്മൾ പറയുന്നത് ഹെക്സഗൺ എന്നാ പറയുക. ഷഡ്ഭുജം,
ഹെക്സഗൺ എന്നാണ് പറയുക, മലയാളത്തിൽ ഷഡ്ഭുജം എന്നാണ് പറയുക. 6 വശങ്ങളുണ്ടെങ്കിൽ. അപ്പൊ കോണുകളുടെ തുക എത്രയാവും നോക്കാം. 6 വശമാണെങ്കിൽ 6 വശമുള്ള ഒരു രൂപം, അത് ഹെക്സഗൺ എന്ന് പറയും. അപ്പോൾ 1 2 3 4 5 6 6 വശമായില്ലേ. ഇതിന് നമുക്ക് എത്ര ത്രികോണമാക്കാൻ നോക്കാം. 1 ഒരു ത്രികോണം, 2 രണ്ടെണ്ണം, 3 മൂന്നെണ്ണം, 1 4 ത്രികോണങ്ങൾ ഉണ്ടാക്കാം. വികരണങ്ങൾ മുറിച്ചു കിടക്കാൻ പാടില്ല. അപ്പൊ നോക്കിയ 1 2 3 4 ത്രികോണങ്ങൾ, 4 ത്രികോണത്തിന്റെയും കൂടെ ആകെ തുക എത്ര വരിക. 4 × 180 720 ഡിഗ്രി. എന്താ കോണുകളുടെ തുക 720 ഡിഗ്രിയാണ്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ടോ? നോക്കാം എന്താണെന്ന്. മനസ്സിലാവുന്നുണ്ട്? നോക്കുക എന്താവും. കോണുകളുടെ തുക കാണാൻ നമുക്കൊരു മാർഗം ഉപയോഗിക്കാം. എങ്ങനെയാ നോക്കി. 3 വശങ്ങളാണെങ്കിൽ 3 × 180, 3 × അല്ല 1 × 180 സമം 180. ത്രികോണം കേട്ടോ. ത്രികോണത്തിന്റെ വശങ്ങളുടെ എണ്ണം 3 ആണ്. 3 വശങ്ങളാണെങ്കിൽ 1 × 180 180 ഡിഗ്രിയാണ് കോണുകളുടെ തുക, ട്രയാങ്കിൾ ആണെങ്കിൽ. ഇനി ക്വാഡ്രിലേറ്റർ ആണെങ്കിലോ. ക്വാഡ്രിലേറ്റർ എത്ര സൈഡ് ഉണ്ട്. 4 സൈഡ് ഉണ്ട്. അപ്പോ അതിൽ 4 സൈഡാണെങ്കിൽ എത്ര ത്രികോണം ഉണ്ടാക്കാം. 2 എണ്ണം. 2 × 180 360. ഇനി പെൻഡഗൺ ആണെങ്കിലോ. പെൻഡഗൺ ആണെങ്കിൽ 5 സൈഡ്. 5 സൈഡാണെങ്കിൽ എത്ര ത്രികോണം ഉണ്ടാക്കാം. 3 എണ്ണം. 3 × 180 540. 6 സൈഡാണെങ്കിലോ. ഹെക്സഗൺ. ഹെക്സഗൺ ആണെങ്കിലോ 6 സൈഡ്. 6 സൈഡാണെങ്കിലോ 4 ത്രികോണം ഉണ്ടാക്കാം. 4 × 180 സമം 720 ഡിഗ്രിയാണ് കോണുകളുടെ തുക. അങ്ങനെയാണെങ്കിൽ n സൈഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ സമവാക്യം എഴുതുക. n സൈഡ് ഉണ്ടെങ്കിൽ എത്ര ത്രികോണം ഉണ്ടാക്കാം. 3 ആണെങ്കിൽ 1 എണ്ണം, 4 ആണെങ്കിൽ 2 എണ്ണം, 5 ആണെങ്കിൽ 3 എണ്ണം, 6 ആണെങ്കിൽ 4 എണ്ണം, 7 ആണെങ്കിൽ 5 എണ്ണം, 8 ആണെങ്കിൽ 6 എണ്ണം, 9 ആണെങ്കിൽ 9 - 2 7 എണ്ണം, 10 ആണെങ്കിൽ 10 - 2 8 എണ്ണം. അങ്ങനെയാണെങ്കിൽ n സൈഡ് ഉണ്ടെങ്കിലോ എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാം. n-2 ട്രയാങ്കിൾ ഉണ്ടാക്കാം. 2 കുറച്ചാൽ മതി. ഇൻറ്റു 180 ചെയ്താൽ ടോട്ടൽ ആംഗിളിന്റെ സമ്മ കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. n സൈഡുള്ള ഒരു പോളിഗന്റെ ട്രയാങ്കിളിന്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ, തുക കാണാൻ പറഞ്ഞാൽ, ആന്തരകോണുകളുടെ തുക കാണാനുള്ള സമവാക്യമാണ് n - 2 × 180. അത് ഉപയോഗിച്ചുള്ള കണക്കുകളാണ് നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യുക. അപ്പോൾ പഠിച്ചു വയ്ക്കുക. n സൈഡുള്ള ഒരു പോളിഗൺ അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണാനുള്ള സമവാക്യം n - 2 × 180.